മനുഷ്യന്മാർ സാമൂഹിക ജീവികളാണ്. ഒരാൾക്ക് മറ്റൊരാളെ ഡിപെൻഡ് ചെയ്യാതെ, ഒരാൾക്ക് മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ ഇവിടെ പറ്റൂല. ഒരാൾക്കും മറ്റൊരാളെ ആശ്രയിക്കാതെ നമ്മുടെ ഭൂമിയിൽ ജീവിക്കുക എന്നത് അസാധ്യമാണ്. ലോകത്ത് ആരെയും ആശ്രയിക്കാതെ ഒരാളുണ്ടെങ്കിൽ അത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു നിരാശ്രയനാണ്. അല്ലാഹു ആരെയും ആശ്രയിക്കാറില്ല. പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ ആരെയെങ്കിലും ആശ്രയിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾക്ക് സഹായവും തുണയും ഇണയുമായി നമ്മൾ ഏറ്റവും ആശ്രയിച്ചു നിൽക്കുന്ന ഒരാളെ നമ്മൾ കണ്ടെത്തുവാനും കല്യാണം കഴിക്കുവാനും ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് കൽപ്പന നൽകി നമ്മളോട് ആജ്ഞാപിച്ചു. അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്താണ്, തിരുചര്യയാണ് ആ ഒരു സുന്നത്ത് അല്ലെ. നമ്മള് ഇതുവരെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ആരും വേൾ പറയാറില്ല. പക്ഷെ ആരെങ്കിലും കല്യാണം കഴിക്കാതിരുന്നിട്ടുണ്ടോ? നിസ്കരിക്കാൻ വേൾ പറയും, എന്നാലും നിസ്കരിക്കില്ല. നോമ്പ് പിടിക്കാൻ വേൾ പറയും, എന്നാലും നോമ്പ് പിടിക്കൂല. എന്നാ പിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു വേളോ ഒരു സദസ്സ് നമ്മൾ കണ്ടിട്ടില്ല. എന്നാലും കല്യാണം കൃത്യമായിട്ട് 25 വയസ്സാകുമ്പോൾ ആൺകുട്ടികളും 18 വയസ്സാകുമ്പോൾ പെൺകുട്ടികളും ഇവിടെ കൃത്യമായി നടന്നു പോകുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. കുടുംബജീവിതം അത് പരിശുദ്ധമായ ഇസ്ലാം നമ്മൾക്ക് നൽകുന്ന കാഴ്ചപ്പാടുകൾ ാണ് നമ്മൾക്ക് ഇന്ന് പഠിക്കേണ്ടത്. സന്തുഷ്ടമായ ജീവിതമാണ് ഇസ്ലാം കാഴ്ചവെക്കുന്നത്. പക്ഷേ നമ്മളൊക്കെ ഇവിടെ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. ഹജ്ജ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി അപേക്ഷ കൊടുത്തവർ, പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ വേദിയിലുണ്ടാകും. അല്ലാഹു അവർക്കൊക്കെ മഖ്ബൂലും മബ്റൂറുമായി ഹജ്ജും ഉംറയും ചെയ്ത് തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ ഒരു തവണയല്ല, ഒരുപാട് തവണ ഹജ്ജും ഉംറയും ചെയ്യാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഹജ്ജ് വരുമ്പോ ഹജ്ജിന്റെ പഠന ക്ലാസുകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. ഹജ്ജ് ക്യാമ്പയിൻ, ഹജ്ജ് പഠന ക്ലാസുകൾ ഓരോ മഹല്ല് തോറും നമ്മൾ നടത്താറുണ്ട്. ഇസ്ലാമിന്റെ ആരാധനകളിൽ, പഞ്ചസ്തംഭങ്ങളിൽ വളരെ മർമ്മപ്രധാനമായ ഒന്നാണ് ഹജ്ജ് എന്നത്. അതിന് പഠന ക്ലാസുകളും ഖുർആൻ ക്ലാസുകളും നമ്മൾക്ക് ലഭിക്കാറുണ്ട്. അതേപോലെ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട മറ്റൊന്നാണ് പരിശുദ്ധമായ നോമ്പ് എന്ന്. റമളാൻ വരുന്നതിന് മുമ്പ് ഒരുപാട് റമളാൻ പ്രഭാഷണങ്ങൾ, അതേപോലെ സക്കാത്ത് പഠന ക്ലാസുകൾ, എല്ലാ മേഖലകളിലും ഒരു ട്രെയിനിങ്, ഒരു പരിശീലനം നമ്മൾ നൽകാറുണ്ട്. പക്ഷേ പരിശീലനം നൽകാത്ത ഒരു മേഖല അത് കല്യാണമാണ്, അത് ദാമ്പത്യ ജീവിതമാണ് എന്നെനിക്ക് തോന്നിപ്പോവുകയാണ്. പക്ഷെ ഇന്നത് ചെറിയ തോതിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രീ മാരിറ്റൽ കോഴ്സ് നമ്മുടെ മഹല്ല് തോറും കൊടുക്കാൻ തുടങ്ങി. ഇവിടെ എത്തിയോന്ന് എനിക്കറിയില്ല. അത് കൊടുക്കണം. നമ്മുടെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും കല്യാണം കഴിച്ചിട്ടില്ലാത്ത ആളുകളിൽ നിന്നാണ് കല്യാണ ശേഷമുള്ള ജീവിതത്തിന്റെ വാർത്തകൾ എത്തുക. ചില ധാരണകളാണ് അവരുടെ മനസ്സിലുണ്ടാവുക. കല്യാണത്തെക്കുറിച്ചിട്ടും കല്യാണശേഷമുള്ള വൈവാഹിക ജീവിതത്തെക്കുറിച്ചിട്ടൊക്കെ കല്യാണം കഴിയാത്ത ചെറുപ്പക്കാർക്ക് നല്ല ധാരണയുണ്ടാകും. പക്ഷെ അത് ചിലതും തെറ്റിദ്ധാരണകളാണ്. അപ്പൊ അതിനുവേണ്ടി പ്രീ മാരിറ്റൽ കോഴ്സുകൾ, നമ്മുടെ കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികളെയും അവർക്ക് പ്രത്യേകമായൊരു ക്ലാസ്, ചെറുപ്പക്കാരെ വിളിച്ച് അവർക്ക് പ്രത്യേകമായൊരു ക്ലാസുകൾ എടുത്തു കൊടുക്കുന്നത്, ദാമ്പത്യ ജീവിതം എന്ന ഒരു മഹത്തായ ഒരു ലോകത്തേക്ക് കാലെടുത്തു വെക്കുന്നതിന് മുമ്പ് അത് പുഷ്പിക്കാൻ ഏറ്റവും നല്ലത് ഇങ്ങനെ ഒരു സംരംഭമാണ് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലെങ്കിൽ പിന്നെ പറയും പെണ്ണ് കെട്ടി കണ്ണ് പൊട്ടി എന്ന്. നാട്ടിൽ അങ്ങനെ ഒരു ചൊല്ലുണ്ടോ? ഉണ്ട്. അങ്ങനെ ഒരു രീതിയിലുള്ള വിവാഹം ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പരിശുദ്ധമായ ഖുർആൻ നമ്മൾക്ക് പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് നമ്മൾ ആദ്യം കേൾക്കണം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها ومن آياته അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, അല്ലാഹുവിന്റെ അത്ഭുതങ്ങളിൽപ്പെട്ടതാണ്, ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ഇണ നൽകിയത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഏതെങ്കിലും ഒരു പശുവിനെ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. ചില സ്ഥലങ്ങളിൽ അങ്ങനെ ആചാരമുണ്ട്, നായക്കുട്ടിയെ കല്യാണം കഴിക്കുക, പശുക്കുട്ടിയെ കല്യാണം കഴിക്കുക. ഇതൊക്കെ ചില മേഖലകളിൽ, ചില നാടുകളിൽ ഇങ്ങനൊരു ആചാരം ചില പത്രങ്ങളിൽ വായിച്ചതായി ഞാൻ ഓർക്കുകയാണ്. പക്ഷേ മുസ്ലിമിന് അത് പറ്റിയതല്ല. അല്ലാഹു പറയാൻ, അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ അതേ വർഗത്തിൽപ്പെട്ട ഒരു ഇണയെ തന്നത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. സുബ്ഹാൻ, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അത്ഭുതങ്ങൾ കാണിക്കുന്ന, അത്ഭുതങ്ങൾ കാണിച്ചു തരുന്ന അല്ലാഹു എത്ര പരിശുദ്ധനാണ്. വമിൻ ആയാതിഹി, അതുപോലെയുള്ളൊരു ദൃഷ്ടാന്തമാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങൾക്കൊരു ഭാര്യയെ തന്നത്, നിങ്ങൾക്കൊരു ഭർത്താവിനെ തന്നത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. സത്യത്തിൽ ഇതൊരു ദൃഷ്ടാന്തം തന്നെയാണ്, അല്ലെ? ഇന്നലെ വരെ പരിചയമില്ലാത്തൊരു പെണ്ണ് ഇന്ന് രാത്രിയോടുകൂടി എന്റെ ജീവിത സഖിയാവുകയാണ്. പിന്നെ ഉമ്മയെക്കാളും വലുതായി ഈ പെണ്ണ് മാറാണ്. അത്ഭുതമല്ലേ ഇതൊക്കെ? ഒരു പെണ്ണിനെ ആണുങ്ങളെ കാണുമ്പോൾ മറഞ്ഞ് ഒളിച്ചു നിന്ന് ശരീരമൊക്കെ മറച്ച്, ഔറത്ത് മറച്ചു നിൽക്കേണ്ട പെണ്ണ് തന്റെ ശരീരം മുഴുവനും ഒരു എന്ന് പറയലോടുകൂടി പെണ്ണ് സമർപ്പിക്കുകയാണ്. പിന്നെ ഇവിടെ മറയില്ല. എവിടെയോ ദിക്കുകളിൽ ഇപ്പോ ഒരു കല്യാണത്തിന് കൂടി വന്നതാണ്. എന്നോട് ക്ഷമിക്കണം, ഞാൻ 8 മണിക്ക് ഈ വഴിയിലൂടെ ഞാൻ പാസ്സായിട്ടുണ്ട്. അവനോട് പറഞ്ഞു ഇവിടെ 8 മണിക്ക് തുടങ്ങുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ 8 മണിക്ക് ഇവിടെ ആരുമില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രസംഗിക്കുക, പിന്നെ കല്യാണത്തിന് പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ആരുമില്ല. അപ്പൊ ഞാൻ കല്യാണം അവിടെ കൂടി എന്നിട്ട് ഇങ്ങോട്ട് വന്നതാണ്. വേളൊക്കെ കഴിഞ്ഞിട്ട് 12 മണിക്ക് അവിടെ പോയിട്ട് കാര്യമുണ്ടോ? ഞാൻ ഈ ഭാഗത്ത് ആദ്യമായിട്ട് വന്നത് കുമ്മങ്കോടാണ്. അപ്പൊ അവിടെ അദ്ദേഹം അങ്ങനെ ക്ഷണിക്കുമ്പോൾ നമ്മൾക്ക് ഒഴിവാക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ പോയതാണ്. ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾക്ക് വേഗം തുടങ്ങണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ഉമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങൾക്ക് ഭാര്യയെ നൽകിയത്, ഭർത്താവിന് നൽകിയത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. എന്തിനാണിത് നൽകിയത്? ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്കിടയിൽ സന്തോഷമുണ്ടാവാൻ, നിങ്ങൾക്കിടയിൽ സമാധാനമുണ്ടാവാൻ, നിങ്ങൾക്കിടയിൽ ഒരു ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവാൻ. ഇതിനാണ് അള്ളാഹു കല്യാണം കഴിക്കാൻ പറഞ്ഞത്. സത്യത്തിൽ നമ്മുടെ കല്യാണങ്ങളൊക്കെ ഇങ്ങനെയാണോ? കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് സമാധാനം കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? സാദേ, എന്റെ കല്യാണം കഴിഞ്ഞത് മുതൽ എനിക്ക് റാഹത്താണ്, എന്റെ ജീവിതം ആകെ ഒരു ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന് തോന്നിയത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എന്ന് പറയാൻ കെൽപ്പുള്ള ആളുകളുണ്ടോ? അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ബർക്കത്ത് നൽകട്ടെ. ദുആ ചെയ്യണമെന്ന്. അല്ലാഹുമ്മ അല്ലിഫ് ബൈനനാ കമാ അല്ലഫ്ത ബൈനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്വാജിഹി ത്വാഹിറാത്ത്. അല്ലാഹുവേ, അള്ളാഹുവിന്റെ ഹബീബിന്റെയും അവിടുത്തെ ഭാര്യമാരുടെയും ഇടയിലുണ്ടായിരുന്ന ഇണക്കം, അതുപോലെയുള്ള ഒരു ഇണക്കം എന്റെയും എന്റെ ഭാര്യയുടെയും ഇടയിൽ നൽകണേ എന്ന് ദുആ ചെയ്യണം. ദുആ ചെയ്യാറുണ്ടോ? 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്യണം. അല്ലാഹുമ്മ, അല്ലാഹുവേ, അല്ലിഫ് ബൈനനാ, അല്ലാഹുമ്മ അല്ലിഫ് ബൈനി ഒറ്റയ്ക്കാണെങ്കിൽ വബൈന സൗജതി, എന്റെയും എന്റെ ഭാര്യയുടെയും ഇടയിൽ നീ ഇണക്കം നൽകണേ, സ്നേഹം നൽകണേ. കമാ അല്ലഫ്ത ബൈനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്വാജിഹി ത്വാഹിറാത്ത്, അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ ഹബീബിന്റെയും ഭാര്യമാരുടെ ഇടയിലുണ്ടായിരുന്ന ഇണക്കം, ആ ഒരു സ്നേഹം എന്റെ ദാമ്പത്യ ജീവിതത്തിലും നൽകണേ എന്ന് ദുആ ചെയ്യണം. അള്ളാഹു നൽകട്ടെ. സന്തുഷ്ടമായ കുടുംബമാക്കി അള്ളാഹു നമ്മുടെ കുടുംബങ്ങളൊക്കെ മാറ്റുമാറാവട്ടെ. വലിയൊരു ഉപകാരമാണ്. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. എന്തിനാണ് ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് സന്തോഷമുണ്ടാവാനാണ് കല്യാണം കഴിക്കാൻ പറഞ്ഞത്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ,
നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാക്കി തന്നു അല്ലാഹു. വജഅല ബൈനകും മവദ്ദ, ഇന്നലെ വരെ കണ്ടാൽ നോക്കാത്ത ചെറുപ്പക്കാരനെ സുവ്വജ്തുക എന്ന ഉപ്പയോട് പറയുമ്പോൾ, ഉപ്പ ഭർത്താവിനോട് പറയുമ്പോഴേക്കും ആ പെണ്ണ് ഈ ഭർത്താവിന്റെ കീഴിലാവുകയാണ്. പിന്നെ ഭർത്താവില്ലാതെ പെണ്ണിന് ജീവിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ നാട്ടിലെ ഏത് സിസ്റ്റാണ്? മരുമക്കത്തായാണോ അല്ല മറ്റു സിസ്റ്റാണോ? പെണ്ണിന്റെ വീട്ടിൽ ആണ് താമസിക്കലാണോ അല്ല ആണിന്റെ വീട്ടിൽ പെണ്ണ് താമസിക്കലാണോ? ഏതാ? കാസർഗോഡ് ആ സ്റ്റൈലാണല്ലേ, കണ്ണൂർ സ്റ്റൈലല്ല. മാഷാ അല്ലാഹ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ കാരുണ്യമുണ്ടാക്കിയത്, നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാക്കി തന്നത് ഞാനാണ്. അതെന്റെ ദൃഷ്ടാന്തമാണ്. ഇനി കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോ പെണ്ണ് പറയാണ്, എനിക്ക് ബോറടിക്കാൻ ഇവിടെ, ഞാൻ എന്റെ വീട്ടിൽ പോയിക്കോട്ടെ. ഭർത്താവ് ആദ്യമൊക്കെ ഭാര്യയാണല്ലോ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോയിക്കോന്ന് പറഞ്ഞു അവിടെ പറഞ്ഞേക്കും. പെണ്ണ് 2 ദിവസമാകുമ്പോ ഭർത്താവിനെ വിളിക്കാൻ തുടങ്ങും, നിങ്ങളെന്താ വരാത്തത് അല്ലേ, നിങ്ങളെന്താ വരാത്ത, നിങ്ങളെ കാണുന്നില്ലല്ലോ. ഭർത്താവില്ലാതെ ഭാര്യയ്ക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ കല്യാണം കഴിയലോടുകൂടി സംഭവിക്കുകയാണ്. ഇത് ആരാണ് ഉണ്ടാക്കിയത്? വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കിയത് അല്ലാഹുവാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്നവർക്ക് ഈ വിഷയങ്ങളിൽ ദൃഷ്ടാന്തമുണ്ട്, ചിന്തിക്കുന്നവർക്ക് ഈ വിഷയങ്ങളിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പഠിപ്പിക്കുകയാണ്. കുടുംബജീവിതം അല്ലാഹു ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം മുതൽ മഹദിയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ ഒരു കല്യാണം കൊണ്ട് തുടങ്ങിയതാണ് ഈ കുടുംബജീവിതം. കുടുംബജീവിതം പുലർത്താനും അല്ലാഹു പ്രോത്സാഹിപ്പിച്ചു. അല്ലാഹു പറയുന്നു, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അഹബ്ബ അൻ യുബ്സ